നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് ലേഖനങ്ങളിലുള്ള നിവേദന പ്രാർത്ഥനകളുടെ നിലവാരമാണ്. നമ്മൾ ഇന്നലെ പഴയ ഉടമ്പടി പുസ്തകങ്ങളിലുള്ള നിവേദന പ്രാർത്ഥനകളുടെ നിലവാരത്തെക്കുറിച്ച് കണ്ടു. പഴയ ഉടമ്പടി ഭക്തന്മാർ എങ്ങനെയാണ്, ഏത് അളവിലാണ് ദൈവത്തോട് തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചതും പ്രാപിച്ചതും എന്ന് നമ്മൾ കണ്ടു. എന്നാൽ സുവിശേഷങ്ങളിൽ നാം എത്തുമ്പോൾ സുവിശേഷങ്ങളിലെ നിവേദന പ്രാർത്ഥനയ്ക്ക് മറ്റൊരു നിലവാരമാണ്. അവൻ നമ്മുടെ പിതാവായതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നാം അവനോട് ചോദിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചോദിക്കും മുമ്പ് തന്നെ അവൻ അറിയുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പഴയ ഉടമ്പടിയിൽ അവർ ദൈവത്തെ തങ്ങളുടെ യജമാനനായി കാണുകയും തങ്ങളെ തന്നെ ദൈവത്തിന്റെ ദാസന്മാരായി കണ്ട് ആ യജമാനനും ദാസനും എന്ന ബന്ധത്തിലാണ് ദൈവത്തിന്റെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ സുവിശേഷങ്ങൾ എത്തുമ്പോൾ യേശു കർത്താവ് പിതാവിനെ, ദൈവത്തെ നമ്മുടെ പിതാവായി വെളിപ്പെടുത്തുന്നു. നാം ചോദിക്കും മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നാം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, നാളെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ട, എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് ഭക്ഷിക്കും എന്ന് ഭാരപ്പെടേണ്ട എന്ന് യേശു നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പ് തരിക. ഇനി ലേഖനങ്ങളിലുള്ള പ്രാർത്ഥനയുടെ നിലവാരമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-ാം വാക്യം തുടങ്ങി. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. 6-ാം വാക്യം നോക്കിയാട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് വെച്ചാൽ ഒന്നിനെ കുറിച്ചും നാം ആകുല ചിത്തരാകരുത്, ഉത്കണ്ഠയുള്ളവരാകരുത് എന്നാണ് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. നമുക്കൊരാവശ്യമുള്ളപ്പോൾ നാം അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്, ആകുല ചിത്തരാകരുത്. എന്താ കാരണം? ഇന്നലെ പറഞ്ഞു, നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും രണ്ടും പ്രാർത്ഥനയാണ്. ഒരു ഭക്തന്റെ വായിലെ വാക്കുകൾ മാത്രമല്ല പ്രാർത്ഥനകൾ, പിന്നെന്താണ്? അവന്റെ ചിന്തയിൽ നിന്നും ഉയരുന്നതെല്ലാം എന്താണ്? പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും നാം ഭാരപ്പെടരുത്. നാം ഭാരപ്പെട്ടാൽ അതിന്റെ മേൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് പ്രയാസമുണ്ടാകും. നാം ഭാരപ്പെടുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം എന്താ? അത് തിരുവചനമാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നാളെ കുറിച്ച് ഭാരപ്പെടരുത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഇങ്ങനെയുള്ള എല്ലാ വചനങ്ങളും എന്താണ്? തിരുവെഴുത്താണ്, ദൈവവചനമാണ്. കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു വചനമാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. രണ്ടിനും തുല്യ തൂക്കമല്ലേ? എന്താ കാരണം? രണ്ടും പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവമാണ്. രണ്ടിന്റെയും ലംഘനത്തിന് നാം എന്ത് പറയും? പാപമെന്ന് പറയും. മനസ്സിലായില്ല? കൊല ചെയ്യരുത് എന്ന് പറഞ്ഞവൻ തന്നെയാണ് ഒന്നിനെ കുറിച്ചും ആകുല ചിത്തരാകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും തിരുവചനമാണ്.
രണ്ടിന്റെയും ലംഘനത്തിന് എന്ത് പറയും? പാപം എന്ന് പറയും. എന്നാൽ രണ്ടിന്റെയും അനന്തര ഫലത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. കൊല ചെയ്താൽ ഉണ്ടാകുന്ന അനന്തര ഫലമല്ല ഭാരപ്പെട്ടാൽ ഉണ്ടാകുന്ന അനന്തര ഫലം. വ്യക്തമാണോ? ഏതു വചനത്തിന്റെ ലംഘനവും എന്ത് തന്നെയാണ്? പാപമാണ്. പക്ഷേ ഓരോ വചനത്തിന്റെയും ലംഘനത്തിന്റെ അനന്തര ഫലത്തിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുകയുള്ളൂ. മനസ്സിലാകുമോ? ഞാൻ എന്റെ ഭൗതിക ആവശ്യങ്ങളെ കുറിച്ച് ഭാരപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നാളെ കുറിച്ച് ഭാരപ്പെടുമ്പോൾ, നമ്മുടെ ധാരണ ഭാരപ്പെടുമ്പോൾ ദൈവം പ്രവർത്തിക്കുമെന്നാണ്. അല്ല, ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അതിനർത്ഥം ഭാരം വരത്തില്ലയോ? ഭാരം വരും. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തുണ്ടാകും? വ്യത്യസ്തമായിരിക്കുന്ന ഭാരങ്ങൾ നമ്മുടെ അകത്ത് വരും. അത് വരുന്നത് സ്വാഭാവികമാണ്. നാളെക്കുറിച്ചുള്ള ഭാരം വന്നെന്നിരിക്കാം, ദുഃഖം വന്നെന്നിരിക്കാം, നിരാശകൾ വന്നെന്നിരിക്കാം. അത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഭാരത്തിൽ തുടരുന്നത് സ്വാഭാവികമല്ല. ആ ഭാരം കൊണ്ട് നടക്കുന്നത് വചനത്തിന്റെ ലംഘനമാണ്. അങ്ങനെ ഭാരം എന്തായി തീരും? പാപമായി തീരും. എന്റെ വാക്ക് വ്യക്തമായോ? ഭാരം വരുന്നത് പാപമല്ല. എന്നാൽ ഭാരം ദൈവത്തിന് കൊടുക്കാതെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്നുള്ള വചനം നാം അനുസരിക്കാതെ ആ ഭാരം നമ്മുടെ അകത്ത് നാം കൊണ്ടു നടക്കുമ്പോൾ അതെന്തായി തീർന്നു? വചനത്തിന്റെ ലംഘനമായി തീരുകയും ഭാരം പാപമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭാരത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നാം തന്നെ ദൈവത്തെ തടയുകയാണ്. നമ്മുടെ ഭാരം ദൈവത്തെ തടയുകയാണ്. അതുകൊണ്ട് വചനം വ്യക്തമാക്കുന്നു, ഒന്നിനെ കുറിച്ചും എന്താണ്? ഭാരപ്പെടരുത്, ആകുല ചിത്തരാകരുത്. പിന്നെ എന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്താണ്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം. എന്നല്ല പറഞ്ഞു, ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്തോത്രം പറയണമെങ്കിൽ അതിനർത്ഥം എന്താണ്? വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. കാരണം എനിക്കറിയാം അവൻ എൻ്റെ പിതാവാണ്. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളിൽ അവൻ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ഉറപ്പ് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ആ ഉറപ്പ് പരിശുദ്ധാത്മാവിനാൽ എൻ്റെ അകത്തുള്ളത് കൊണ്ട് എനിക്ക് സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുകയാണ്. അവിടെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഭാരത്തിന് പകരമാണ് അവിടെ എന്ത്? സ്തോത്രം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന് മേലാട കൊടുക്കുന്നു. എന്താണ് വിഷണ്ണ മനസ്സ്? സ്പിരിറ്റുവൽ ഹെവിനെസ്. ഒരുവന്റെ അകത്ത് ഭാരമുള്ള മനസ്സുണ്ടെങ്കിൽ, അവന്റെ മനസ്സ് ഭാരപ്പെടുന്നെങ്കിൽ, ദൈവം ആ ഭാരത്തെ മാറ്റി അവിടെ എന്ത് കൊടുക്കുകയാണ്? സ്തുതി എന്ന വസ്ത്രം ധരിപ്പിക്കുക. അപ്പോൾ ഭാരത്തിന് പകരം ദൈവം സ്തുതി കൊടുക്കുകയാണ്, സ്തോത്രം കൊടുക്കുകയാണ്. അത് ദൈവമാണ് കൊടുക്കുന്നത്. ആമേൻ. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ആ സ്തുതിയും സ്തോത്രവും നിറയ്ക്കുകയാണ്. ഒരു ആവശ്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ അകത്ത് എന്ത് വരിക? ദൈവാത്മാവ് സ്തോത്രത്താൽ സ്തുതികളാൽ നിറയ്ക്കുക. അപ്പോൾ സ്തുതികളാൽ സ്തോത്രത്താൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ മാത്രം മതി. അതാണ് ലേഖനങ്ങളിലുള്ള നിവേദന പ്രാർത്ഥനയുടെ നിലവാരം. ഒന്നിനെ കുറിച്ചും
നിങ്ങൾ ആകുല ചിത്തരാകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ എന്ത് ചെയ്യണം? ദൈവത്തോട് അങ്ങ് അറിയിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 7-ാം വാക്യത്തിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നോക്കി, നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നതുവരെ നമ്മുടെ ഹൃദയത്തെയും പിന്നെ ചിന്തകളെയും ഹൃദയത്തെയും മനസ്സിനെയും സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ സൂക്ഷിക്കുന്നത്? ദൈവ സമാധാനത്താലാണ്. ശ്രദ്ധിക്കണമേ, നാം ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് നാം അറിയുന്നത് നമ്മുടെ അകത്തു വരുന്ന ദൈവ സമാധാനത്തിലാണ്. എങ്ങനെ അറിയാം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളത്? പ്രാർത്ഥന കേട്ടു എങ്കിൽ, ദൈവം അതിന്റെ മറുപടി അയച്ചു എങ്കിൽ, ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സമാധാനമുണ്ടാകും. എന്തുണ്ടാകും? സമാധാനമുണ്ടാകും. ഇത് ദൈവ സമാധാനമാണ്. എപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം വരുന്നുവോ, അപ്പോൾ നമുക്കറിയാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ സമാധാനം വരുന്നില്ലെങ്കിൽ അർത്ഥം എന്താണ്? അല്പം കൂടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ട്, അല്പം കൂടെ ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് ഉറപ്പായി ഹൃദയത്തിൽ സമാധാനം വന്നു. ഇനി ഈ സമാധാനം നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും എന്തു ചെയ്യാണ്? യേശു ക്രിസ്തുവിൽ കാത്തു സൂക്ഷിക്കുക. എന്താ കാരണം? എന്റെ ഹൃദയത്തിൽ, എന്റെ ചിന്തകളിൽ വീണ്ടും ഭാരം വന്നാൽ ഞാൻ എന്തു പ്രാർത്ഥിച്ചുവോ, എന്തിനു വേണ്ടി സ്തോത്രം പറഞ്ഞുവോ, വീണ്ടും അതിനെതിരായിത്തീരും. ഞാൻ ഓൾറെഡി സ്തോത്രം പറഞ്ഞ് കാര്യങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചില്ലേ, പിന്നെയും ഞാൻ ഭാരപ്പെട്ടാലോ? ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ആ സമാധാനം നിറയ്ക്കുന്നു. സമാധാനം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ പീസ് ഒന്നുമല്ല, വൈകാരികപരമായി ഉണ്ടാകുന്ന ഒരു സമാധാനമൊന്നുമല്ല. പിന്നെന്തുവാ? സമാധാനം ദൈവത്തിന്റെ അഭിഷേകമാണ്. എന്താണ്? അനോയിന്റിംഗ് ഓഫ് ഗോഡ്. സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവിക അഭിഷേകമാണ്. അത് എവിടെ അങ്ങ് നിറയും? നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറയും. പിന്നെന്താണ്? നിലവുകളിൽ നിറയും. പറയുന്നു ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. എന്തുവാ ഈ ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം എന്ന് പറഞ്ഞാൽ? ഒരു ഉദാഹരണം പറയാം. എനിക്ക് നാളെ വൈകിട്ട് 5 മണിക്ക് ഒരു വലിയ തുക ആവശ്യമുണ്ട്. ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. പണം വരുവാൻ മാനുഷികമായി പറഞ്ഞാൽ യാതൊരു സാധ്യതകളുമില്ല. എങ്ങും പോയി കടം ചോദിക്കാനും വായ്പ വാങ്ങുവാനും അവസരവുമില്ല. ഒറ്റ മുഖാന്തരമേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. എന്നാണ്? ദൈവത്തോട് ചോദിക്കുക. അങ്ങനെ ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ അകത്ത് വലിയ ഒരു സമാധാനം വന്നു. എനിക്ക് മനസ്സിലായി എന്താണ്? ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ പണം തക്ക സമയത്ത് എത്തും. എന്റെ ഉള്ളിൽ സ്വസ്ഥതയായി. പക്ഷെ എന്റെ ഹൃദയത്തിൽ സമാധാനമായെങ്കിലും എന്റെ ബുദ്ധി അത് അംഗീകരിക്കത്തില്ല. 10 ലക്ഷം രൂപ കണ്ടിട്ടല്ലാതെ
എൻ്റെ ബുദ്ധി എന്ത് ചെയ്യത്തില്ല, അത് അംഗീകരിക്കത്തില്ല. എപ്പോഴും ഈ ഒരു വ്യത്യാസമുണ്ട്, ഹൃദയവും ബുദ്ധി. ഹൃദയത്തിൽ നിങ്ങൾക്ക് എന്ത് വന്നു? സമാധാനം വന്നു, ഹൃദയത്തിൽ ഉറപ്പ് വന്നു, വിശ്വാസം വന്നു. ആ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ ബുദ്ധിയോ? ബുദ്ധി അത്ര വേഗമൊന്നും ആത്മീയ കാര്യങ്ങളെ അംഗീകരിക്കത്തില്ല. നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നും അംഗീകരിക്കത്തില്ല, ബുദ്ധി അംഗീകരിക്കത്തില്ല. കാരണം ബുദ്ധിക്ക് കാര്യങ്ങൾ നേരിട്ട് കാണണം. ബുദ്ധി പറയുക, 10 ലക്ഷം രൂപ എവിടെ? ഒരു സഹോദരൻ വന്ന് എന്റെ കയ്യിൽ 10 ലക്ഷത്തിന്റെ ഒരു ചെക്ക് തന്നു. എന്റെ ഹൃദയത്തിൽ സന്തോഷമായി. ബുദ്ധി പറയുക, ഈ ചെക്ക് യഥാർത്ഥ ചെക്കാണെന്ന് എങ്ങനെ അറിയാം? അതിനകത്ത് പണമുണ്ടെന്ന് എങ്ങനെ അറിയാം? ശരിയല്ലേ? ഒരു വ്യക്തി വന്ന് എന്റെ ഒരു സൂട്ട് കേസ് നിറയും പണം തന്നു. പാസ്റ്ററെ, 10 ലക്ഷം രൂപ ഇതിനകത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു. ബുദ്ധി പറയുക, ഇത് ശരിക്കുമുള്ള നോട്ട് തന്നെയാണോ? നീ എണ്ണി നോക്കിയേ, ഇത് 10 ലക്ഷം തന്നെ ഉണ്ടോ? ഇതാ ബുദ്ധി. നമ്മുടെ ഹൃദയത്തോട് ചേരുവാൻ ബുദ്ധിക്ക് എപ്പോഴും അല്പം പ്രയാസമുണ്ട്. അതുകൊണ്ട് ദൈവം ചെയ്യും, ബുദ്ധിയെ കവിയുന്ന സമാധാനം കൊണ്ട് അങ്ങ് നിറയ്ക്കും. ഹൃദയത്തെ മാത്രമല്ല, പിന്നെന്താണ്? ബുദ്ധിയെ കവിയുന്ന സമാധാനം. ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധി നേരിട്ട് കണ്ട് അനുഭവിച്ച് തൊട്ടറിഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങളെ അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ ഹൃദയം അങ്ങനല്ല, വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ബുദ്ധിയെ പിന്തുടരരുത്, ഹൃദയത്തെ അനുഗമിക്കണം. ആത്മീയ കാര്യങ്ങളിൽ ഈ ബാലപാഠങ്ങൾ മറന്നു പോകരുത്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ചിന്തയ്ക്കൊത്തവണ്ണമല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ആമേൻ. ബുദ്ധി പറയുന്നത് പോലെയല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്. അവൻ ഹൃദയത്തെ അനുഗമിക്കേണ്ടവനാണ്. ഹൃദയത്തിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഹൃദയത്തിലാണ് ദൈവത്തിന്റെ ആലോചന വരുന്നത്. ഹൃദയത്തിലാണ് ആദ്യം ആത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നത്. ഹൃദയത്തിലാണ് വിശ്വാസം വരുന്നത്. ബുദ്ധി എന്ത് ചെയ്യും? ക്രമേണ നിങ്ങളുടെ ഹൃദയത്തെ അനുഗമിച്ചോളും. അത് പരിശീലനം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങളിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നിങ്ങൾ ബുദ്ധി അനുഗമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. ഞാൻ പൊതുവെ പറയാറുണ്ട്, വേണമെങ്കിൽ സാത്താനെ വിശ്വസിക്കാം, വേണമെങ്കിൽ സാത്താനെ പോലും എന്ത് ചെയ്യാം? വിശ്വസിക്കാം. എന്നാലും പണിയപ്പെട്ടിട്ടില്ലാത്ത, രൂപാന്തരം പ്രാപിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കരുത്. സാത്താനേക്കാൾ വലിയ ചതിയാണ് ആരുടെ ചതി? പണിയപ്പെടാത്ത, രൂപാന്തരപ്പെടാത്ത മനസ്സിന്റെ ചതി. സത്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം നമ്മൾ ബുദ്ധിക്കനുസൃതമായിട്ട് നടക്കുന്നുണ്ടല്ലേ? ആണോ? യെസ്. അനേക കാര്യങ്ങളും നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ പോകുന്നത് നമ്മുടെ ബുദ്ധിപരമായ ചിന്ത കൊണ്ടല്ലേ? ബുദ്ധിയുടെ കുഴപ്പം കൊണ്ടല്ലേ? നിങ്ങളിൽ എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ബുദ്ധിയും ഹൃദയവും തമ്മിൽ രണ്ടായി കാണാൻ പഠിക്കണം. ദൈവപ്രവൃത്തി എവിടെയാ വരുന്നത്? ആദ്യം ഹൃദയത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നിങ്ങളുടെ അകത്ത് വന്ന സമാധാനത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. ബുദ്ധി അതിന് കൂടെ ചേർന്ന് വരുവാൻ അല്പം വൈമനസ്യം കാണിക്കും. എന്നാൽ അതിനും ദൈവത്തിന് പ്രതിവിധിയുണ്ട്. എന്താണ്? ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അപ്പോൾ ഹൃദയത്തെയും ചിന്തകളെയും
ദൈവ സമാധാനം കൊണ്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നിരന്തരം ഇത്തരം ദൈവ സമാധാനത്തിൽ നാം തുടരുന്നെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവം കേൾക്കാതെ പോകത്തില്ല, നടത്താതെ ഇരിക്കത്തില്ല. തക്ക സമയത്ത് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സമയമെടുത്തൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒരാവശ്യം നടക്കാൻ വേണ്ടി ഉപവസിക്കേണ്ടതൊന്നുമില്ല. ഉപവസിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഉപവാസം ആവശ്യമാണ്. എന്തിനു വേണ്ടിയാ? ദൈവാത്മാവ് നിങ്ങളെ നിയോഗിക്കുമ്പോൾ നിങ്ങളെ തന്നെ ക്രമീകരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ഉപവാസമൊക്കെ ആവശ്യമാണ്. പക്ഷെ ഒരു ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവാസത്തിന്റെ ആവശ്യമില്ല. ലളിതമായ തത്വമാണ്. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അങ്ങ് പറഞ്ഞാൽ മതി. ദൈവം ചെയ്യും. അവരുടെ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയത്തെയും ചിന്തകളെയും യേശു ക്രിസ്തുവിന്റെ ദൈവം സംരക്ഷിക്കും. നിങ്ങളിനി ഭാരപ്പെടുത്തില്ല, അവിശ്വസിക്കത്തില്ല. തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ വന്നിരിക്കും. അതാണ് ലേഖനങ്ങളിലുള്ള നിവേദന പ്രാർത്ഥനയുടെ ഒരു നിലവാരം. ഇനി പത്രോസിന്റെ ലേഖനത്തിൽ നിന്നും നിവേദന പ്രാർത്ഥനയുടെ മറ്റൊരു നിലവാരം ഞാൻ കാണിക്കാം. പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. 3-ാം വാക്യം വീണ്ടും പറയുന്നു, ദൈവം നമ്മെ വിളിച്ചു. ഓക്കെ, നമ്മെ ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? അവന്റെ രാജ്യവും അവന്റെ തേജസ്സും പ്രാപിക്കാനായിട്ടാണ്. വേദപുസ്തകത്തിൽ വിളിയും തിരഞ്ഞെടുപ്പും എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളും എടുത്തു നോക്കിയാൽ ദൈവം നമ്മെ വിളിച്ചതും നമ്മെ തിരഞ്ഞെടുത്തതും എന്തിനു വേണ്ടിയാണ്? അവന്റെ രാജ്യവും അവന്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ശുശ്രൂഷിക്കാൻ വേണ്ടിയൊന്നുമല്ല അവൻ നമ്മളെ വിളിച്ചതും തിരഞ്ഞെടുത്തതും. വിളിയും തിരഞ്ഞെടുപ്പും എന്ന് പറയുമ്പോൾ പൊതുവെയുള്ള ചിന്ത അവൻ നമ്മെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചെന്ന്. അങ്ങനെ പുസ്തകത്തിൽ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ പാരമ്പര്യമായി നാം ചിന്തിക്കുന്ന എങ്ങനെയാണ്? വേലയ്ക്ക് വേണ്ടി വിളിച്ചുവെന്ന്. അങ്ങനെ പുസ്തകത്തിൽ എങ്ങും തന്നെ ഇല്ല. ആ ഭാഗങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 10-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ദൈവം നമ്മെ വിളിച്ചതും തിരഞ്ഞെടുത്തതും എന്താണ്? നിത്യരാജ്യം പ്രാപിക്കാൻ വേണ്ടിയ. ഈ ദുഷ്ടലോകത്തിൽ നിന്നും ന്യായവിധിക്ക് ഹേതുവായിരിക്കുന്ന, ന്യായവിധി വരാൻ പോകുന്ന ഈ ലോകത്തിൽ നിന്നും ദൈവം നമ്മെ എന്ത് ചെയ്തു? നിത്യ രാജ്യത്തിനു വേണ്ടി വിളിച്ചു, തിരഞ്ഞെടുത്തു. അങ്ങനെ അവന്റെ മഹത്വത്താലും എന്താണ്? വീര്യത്താലും അവൻ നമ്മെ എന്ത് ചെയ്തു? വിളിച്ചു, തിരഞ്ഞെടുത്തു എന്ന് 3-ാം വാക്യം പറയുന്നു. അവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നോക്കി, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. എന്തുവാ ജീവൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭൗതിക ജീവിതമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഭൗതിക ജീവിതമാണ്. ഭക്തി എന്തുവാ? ഗോഡ്ലിനെസ്. എന്താണ്? നമ്മുടെ ആത്മീയ ജീവിതമാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും
എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അവന്റെ ദിവ്യശക്തിയാൽ പിതാവാം ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. മനസ്സിലാകുമോ? ദൈവം നമ്മുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി നാം ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈവൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കാൻ തെറ്റല്ല. ഓൾറെഡി കണ്ടു. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ അറിയിച്ചാൽ മതി. പക്ഷെ പത്രോസിലേക്ക് എത്തുമ്പോൾ ഈ നിവേദന പ്രാർത്ഥനയുടെ സ്റ്റാൻഡേർഡ് അങ്ങ് മാറി. നിങ്ങൾ ഈ വെളിപ്പാടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കത്തില്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ഉടമ്പടി പുസ്തകങ്ങളിൽ കാണുന്ന നിവേദന പ്രാർത്ഥനകളുടെ നിലവാരത്തിൽ ഇന്നും തുടരാം. ഉപവാസവും വെണ്ണീറും ഒക്കെ ചാക്കും ഒക്കെ ഉടുത്ത് ഉപവസിച്ച് നിലവിളിച്ച് കരഞ്ഞ് ഒരു ദാസൻ വന്ന് യജമാനോട് ചോദിക്കുന്ന പോലെ എന്ത് ചെയ്യാം? ചോദിക്കാം, ദൈവം തരും. അത് പാപമൊന്നും അല്ല. അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ കാണുന്ന നിവേദന പ്രാർത്ഥനയുടെ നിലവാരങ്ങളിൽ തുടരാം. എന്താണ്? നാം ചോദിക്കും മുമ്പേ എന്താണ്? ദൈവം നമ്മുടെ വിഷയങ്ങളെ അറിയുന്നു. ആ ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെ ആവശ്യം എന്ത് ചെയ്യാം? ദൈവത്തോട് ചോദിക്കാം. നാളെ കുറിച്ചൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ നിലവാരത്തിൽ എന്താണ്? സ്തോത്രത്തോടുകൂടി എന്ത് ചെയ്യാം? അറിയിക്കാം. സുവിശേഷങ്ങളിൽ ആ ഒരു ചിന്തയില്ല. അവൻ പിതാവായതുകൊണ്ട് വന്നു പറയുന്നു, അവൻ തരുന്നു. എന്നാൽ ലേഖനങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമാണ്. നമ്മുടെ അകത്ത് ദൈവാത്മാവ് വന്ന് പിതാവിനെ കുറിച്ചുള്ള ബോധ്യം തന്ന് നമ്മുടെ അകത്ത് ദൈവസമാധാനം തന്നിരിക്കാൻ എന്താണ്? സ്തോത്രത്തോടു കൂടി എന്ത് ചെയ്യാണ്? നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയാം. അവൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഈ ഏതെങ്കിലും ഒക്കെ നിലവാരത്തിൽ നിങ്ങൾക്ക് തുടരാം. എന്നാൽ ഇവിടെ ഒരു നിലവാരമുണ്ട്. പത്രോസ് പറയുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എന്താണ്? ദാനമായി തന്നിരിക്കുന്നു. ആ പ്രകാശനം അകത്ത് വന്നാൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിവേദന പ്രാർത്ഥന അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. മനസ്സിലാകുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവാം ദൈവവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ നിവേദന പ്രാർത്ഥനകളെല്ലാം. നിവേദന പ്രാർത്ഥനകൾ മാത്രമല്ല, ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പിതാവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇന്നും ചിലർ പഴയ ഉടമ്പടി കാലങ്ങളിലുള്ള വിശുദ്ധന്മാരെ പോലെ അല്ല, അവർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവരാണ്. കണ്ണുനീരും വിലാപവും ഒക്കെ അവർ കൂടെപ്പിറപ്പാണ്. അവർ ധാരണ അങ്ങനെ കരഞ്ഞെങ്കിൽ മാത്രമേ ദൈവം കൊടുക്കുമെന്ന് കരുത. അവർക്ക് പിതാവുമായുള്ള ബന്ധം ഇപ്പോഴും ആ നിലവാരത്തിലാണ്. എന്നാൽ ഒരു വ്യക്തി പത്രോസിന്റെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നിലവാരത്തിലെത്തുമ്പോൾ അവന്റെ ഭാരം മാറി, ഇവൻ ചോദ്യം പോലും മാറി. എന്താണ്? ദൈവം അവന്റെ ജീവനു വേണ്ടിയതെല്ലാം ദാനമായി കൊടുത്തു എന്ന പ്രകാശനം അവന്റെ അകത്ത് വന്നതുകൊണ്ട് അവനെന്താ? ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും നന്മകൾ വിശ്വാസത്താൽ പ്രാപിക്കാൻ തുടങ്ങി. ഇത് പിതാവിനെ അറിയുന്ന അറിവാ. ആ വാക്യത്തിലുണ്ട്. ആ വാക്യം നോക്കിയാട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ എന്താർത്ഥം? ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനമായി തന്നിരിക്കുക. അതെങ്ങനെയാണ് നാം പ്രാപിക്കുന്നത്? നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്താലാണ്. എന്തുവാ പരിജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം? ശരിയായ അർത്ഥം ഇങ്ങനെയാണ്:
പരിഗ്രഹിച്ച് അറിയുന്ന അറിവ്. എന്താണ് പരിഗ്രഹിച്ച് അറിയുന്ന അറിവ്? ഒരു പുരുഷൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് അറിയുന്ന അറിവ്. വിവാഹം കഴിക്കും മുമ്പ് ഒരു സ്ത്രീയെ കണ്ടു, അല്ലെങ്കിൽ കേട്ടു, അറിഞ്ഞു. ആ അറിവല്ല വിവാഹത്തിന് ശേഷം അവളെ സ്ത്രീയായി, ഭാര്യയായി, തന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായൊക്കെ എന്ത് ചെയ്യാണ്? അറിയാം. പരിഗ്രഹിച്ച് അറിയുന്ന അറിവാണ് പരിജ്ഞാനം. തമിഴ് ബൈബിൾ പറയുന്നു, കർത്തരൈ അറികിര അറിവ്. കർത്താവിനെ അറിയുന്ന അറിവാണ്. നാം ദൈവത്തെ അറിയുകയാണ്. ദൈവത്തെ അനുഭവിച്ചറിയുന്ന അറിവാണ് എന്ത്? പരിജ്ഞാനം. ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല, പിന്നെ ദൈവത്തെ അറിയുന്ന അറിവാണ്. മഹാത്മാഗാന്ധിജിക്ക് യേശുവിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു, യേശുവിനെ കുറിച്ച്. എന്നാൽ ഞാൻ അറിഞ്ഞ യേശുവിനെ മഹാത്മാഗാന്ധിജി അറിഞ്ഞിട്ടില്ല. സ്വാമി വിവേകാനന്ദന് യേശുവിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിജിയും സ്വാമി വിവേകാനന്ദനും ഒക്കെ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചവരാ. പക്ഷേ ഞാനും നിങ്ങളും അറിഞ്ഞ രക്ഷിതാവായ, കർത്താവായ, ദൈവമായ യേശുവിനെ അവരാരും അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല. വലിയ വ്യത്യാസമാണ് ദൈവത്തെ കുറിച്ചറിയുന്നതും ദൈവത്തെ അനുഭവിച്ച് അറിയുന്നതും. നമുക്കൊക്കെ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ ഉള്ള കൃപ ലഭിച്ചവരാണ്. സ്വർഗത്തിലെ പിതാവിനെ നിങ്ങൾ അറിയണം, അവൻ നിങ്ങളുടെ പിതാവാണെന്ന് നിങ്ങൾ അറിയുമ്പോൾ ആ അറിവിനാൽ തന്നെ നമ്മുടെ ഭാരം മാറിപ്പോകുകയും ജീവനും ഭക്തിക്കും വേണ്ടി അവൻ നമുക്കെല്ലാം ദാനമായി തന്നിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. എനിക്ക് 5 മക്കളുണ്ട്. അതിൽ 3-ാമത്തെ ആളായിരിക്കുന്നത് ഷേവ എന്ന പേര്. ഇദ്ദേഹത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ഭാരമാണ്. ഇന്ന് ആരെന്റെ ടിഫിൻ ബോക്സ് തയ്യാറാക്കി തരും, എന്റെ യൂണിഫോം ആര് തേച്ച് തരും, എങ്ങനെ ഇന്ന് സ്കൂളിൽ പോകും, ഭയങ്കര ടെൻഷനാണ്. മാസത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ടെൻഷൻ കൂടും. സ്കൂൾ ഫീസ് കൊടുക്കണം, വാന്റെ ഫീസ് കൊടുക്കണം. കൊച്ചങ്ങ് ടെൻഷൻ എടുത്ത് മുടി പോലും കൊഴിയുന്നതാണ്. അങ്ങനെയാണോ? ആണോ? അല്ല. എന്താ കാരണം? ഈ പറയുന്ന ടെൻഷനും ഭാരവും ഒന്നും ആ കുഞ്ഞിനില്ല. ഒരു ടെൻഷനുമില്ല. യൂണിഫോമിനെ കുറിച്ചും ഭാരമില്ല, ടിഫിൻ ബോക്സിനെ കുറിച്ചും ഭാരമില്ല, സ്കൂൾ ഫീസിനെ കുറിച്ചും ഭാരമില്ല. എന്താ കാരണം? കൊച്ചിന് അപ്പനെ അറിയാം. അപ്പനെ അറിയാവുന്നത് കൊണ്ട് അപ്പൻ അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫീസ് ആര് കൊടുത്തോളും? അപ്പൻ കൊടുത്തോളും എന്ന് അപ്പനെ അറിയാവുന്നത് കൊണ്ട് എന്തില്ല? ഭാരമില്ല. നമ്മുടെ അടിസ്ഥാന പ്രശ്നം നമ്മുടെ സ്വർഗീയ പിതാവിനെ, സ്വർഗീയ ദൈവത്തെ നമ്മുടെ പിതാവായി നാം ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ബുദ്ധിപരമായ അറിവ് നമുക്കുണ്ട്, പക്ഷെ അതെവിടെ ഇല്ല? ഹൃദയത്തിൽ ശരിയായ രീതിയിൽ പ്രകാശിച്ചിട്ടില്ല. ആ ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിയുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ പിന്നെ ഭൗതികത്തെ കുറിച്ച് ഭാരപ്പെടുത്തില്ല, നാളെ കുറിച്ച് നിങ്ങൾ ആകുല ചിത്തരാകത്തില്ല, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുത്തില്ല. കാര്യം എന്താ? നിങ്ങൾ ആരെ കണ്ടെത്തി? നിങ്ങൾ ആരെ തിരിച്ചറിഞ്ഞു? സ്വർഗീയ പിതാവിനെ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് നിങ്ങളുടെ ഭാരത്തെടുത്ത് മാറ്റും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭയങ്കര ശക്തി ഒന്നുമല്ല ദൈവം പ്രവർത്തിക്കാൻ കാരണം. ഉമ്മൻചാണ്ടിയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്.
ഞാൻ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അപ്പോൾ തന്നെ ചെയ്തു തരും. കാര്യം എന്താ? എനിക്ക് അദ്ദേഹവുമായിട്ട് എന്തുണ്ടാകും? എനിക്ക് അദ്ദേഹവുമായിട്ട് എന്തുണ്ട്? വലിയ ബന്ധമുള്ളത് കൊണ്ട്. എന്നാൽ താങ്കൾക്ക് ഉമ്മൻചാണ്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല, കണ്ടിട്ടുണ്ട് മാത്രം അല്ലേ, ടെലിവിഷനിലൊക്കെ. താങ്കൾ പോയി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി കേൾക്കുവോ? കേൾക്കത്തില്ല. ബന്ധത്തിന് പ്രാധാന്യം. നിവേദന പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, പക്ഷപാത പ്രാർത്ഥനയ്ക്ക് പോലും എന്തിനാവശ്യമുണ്ട്? ബന്ധം. പിതാവിനെ അറിഞ്ഞിരിക്കണം. നിങ്ങളങ്ങ് ശക്തമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അട്ടഹസിക്കുന്നത് കൊണ്ടോ നിങ്ങളുടെ എന്താണ് തൊണ്ട പൊട്ടിക്കുന്നത് കൊണ്ടോ ഒന്നും ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. വളരെ ശക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക. അന്ന് ശക്തം അങ്ങ് പ്രാർത്ഥിക്കാനായിട്ട് കാര്യം പറഞ്ഞ പോലെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. ദൈവങ്ങളായിരിക്കണം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അവൻ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞങ്ങൾ വിടല്ല് കേട്ടോ. അതൊക്കെ വെറുതെ പറഞ്ഞതാ. നിങ്ങളുടെ അപ്പനെ അറിയുമ്പോ ഈ സിസ്റ്റങ്ങളെല്ലാം അങ്ങ് മാറും. നാളെ കുറിച്ചുള്ള ഭാരം മാറും, വിചാരങ്ങൾ മാറും, ഒന്നിനെ കുറിച്ചും ഉള്ള ചിന്താകുലങ്ങൾ ഉണ്ടാകത്തില്ല. ഈവൻ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് പോലും വരത്തില്ല. നിങ്ങൾ ആരെ തിരിച്ചറിഞ്ഞു? പിതാവിനെ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ക്ലാസ് നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളെ വീണ്ടും പ്രബോധിപ്പിച്ച് ഉണർത്താനുള്ളത്, പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം. പിതാവിനെ അറിയണം. ആ അറിവ് തന്നെ നിങ്ങളെ സ്വതന്ത്രമാക്കും. നമുക്കൊരുമിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പിതാവാം ദൈവത്തെ അറിയുവാനുള്ള കൃപ ഞങ്ങളുടെ ഉള്ളിൽ തരണമേ. ആ പരിജ്ഞാനത്തെ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ആ പരിജ്ഞാനത്താൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പിതാവാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു, നിവർത്തിച്ചു, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനമായി തന്നിരിക്കുന്നു എന്ന് ഗ്രഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് ഞങ്ങളുടെ അകത്തുള്ള ഭാരത്തെയും നിരാശകളെ എടുത്തു കളയണമേ. ആഴമേറിയ പിതാവിനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ, പരിജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ അറിയുന്ന അറിവ് ഞങ്ങളുടെ ഉള്ളിൽ നൽകി ആ അറിവിൽ ഞങ്ങളെ പൂർണ്ണരാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അതിന്റെ ആഴമേറിയ പ്രവൃത്തി ഞങ്ങൾ അങ്ങ് ചെയ്തെടുക്കുന്നു. മുഴുവൻ മഹത്വം പിതാവിന് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.